ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷഹറൂബ. നമുക്കിന്ന് സിമ്പിളായി ഓറഞ്ച് ആൻഡ് ആപ്പിൾ പുഡിംഗ് റെഡിയാക്കിയെടുക്കാം. ഇത് കോൺഫ്ലോർ വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആപ്പിൾ പുഡിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ആപ്പിൾ പുഡിംഗ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു പാനിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യാം. വാനില എസൻസ് ഒരു 3 ഡ്രോപ്സ്. ഇനി ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് തണുത്ത പാൽ ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. കട്ട കെട്ടാതെ ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്യണം. ഈ കോൺഫ്ലവർ മിക്സ് അടിയിൽ പിടിക്കാതിരിക്കാൻ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇനി ഇതൊരു തിക്ക് കൺസിസ്റ്റൻസി ആവുന്നത് വരെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി സെക്കൻഡ് ലെയർ റെഡിയാക്കി എടുക്കാം. ഇതിനു വേണ്ടി ഒരു ആപ്പിൾ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. സ്കിന്നെല്ലാം കളഞ്ഞതാണ് ഇതിൻ്റെ. ഇതൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇനി ഇതൊരു പാനിലേക്ക് മാറ്റാം. ഇനി ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് തണുത്ത പാൽ ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ട കെട്ടാതെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ആപ്പിൾ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കണം. ഇതൊരു തിക്ക് കൺസിസ്റ്റൻസി ആവുന്നത് വരെ കുറുക്കിയെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റണം. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഗാർണിഷിങ്ങിന് വേണ്ടിയുള്ള കാരമലൈസ്ഡ് ആപ്പിൾ റെഡിയാക്കി എടുക്കാം. ഇതിനു വേണ്ടി ഒരു പാനിലേക്ക് ചോപ്പ് ചെയ്ത ആപ്പിൾ, ചെറുതായി ചോപ്പ് ചെയ്തതാണിത്, ഇത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യാം. ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം. ഇതൊന്ന് മിക്സ് ചെയ്യണം. പഞ്ചസാര നന്നായി മെൽറ്റായി വരണം. ഇനി ഇതിലേക്ക് വാനില എസൻസ് ഒരു 1/4 ടീസ്പൂൺ ആഡ് ചെയ്യാം. അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് പട്ട പൊടിച്ചത് ഒരു 1/4 ടീസ്പൂൺ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യണം. ഈ പഞ്ചസാര മെൽറ്റായി കാരമലൈസായി വരണം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഓറഞ്ച് പുഡിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇതിനു വേണ്ടി ഒരു പാനിലേക്ക് 1/2 കപ്പ് വെള്ളം എടുക്കാം. ഇനി ഒരു ബൗളിൽ 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുക്കാം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഇനി ഇത് ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യാം. ഇനി 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യാം. ഇത് 1 കപ്പ് ഓറഞ്ച് ജ്യൂസാണ്. വെള്ളം ചേർക്കാതെ ഓറഞ്ചിൻ്റെ ജ്യൂസ് മാത്രം എടുത്തതാണിത്. ഇത് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്യണം. അതിനു മുമ്പായി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി, ഓറഞ്ച് ജസ്റ്റ് ചേർക്കാം. ഇനി ഇത് നന്നായി മിക്സ് ആക്കി എടുക്കാം. ഒരു തിക്ക് കൺസിസ്റ്റൻസി ആവുന്നത് വരെ ഇതൊന്ന് കുറുക്കിയെടുക്കണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മിൽക്ക് പുഡിംഗ് ഹാഫായിട്ട് ഒഴിച്ചു കൊടുക്കാം. 2 ഗ്ലാസുകളിലേക്കും ഒരേ മിൽക്ക് പുഡിംഗ് ആണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ആപ്പിൾ ലെയർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓറഞ്ച് ലെയർ ഒഴിച്ചു കൊടുക്കാം. ഓറഞ്ച് പുഡിംഗ് ചെറി വെച്ചൊന്ന് ഗാർണിഷ് ചെയ്യാം. ആപ്പിൾ പുഡിംഗ് കാരമലൈസ് ചെയ്ത ആപ്പിൾ വെച്ചും ഗാർണിഷ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ 2 പുഡിങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഈസിയായി ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗാണ്. ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.